ഹായ്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ഏതർ 450X ഉണ്ട്. എൻ്റെ വണ്ടിയാണത്. 1 ഇയറായി എടുത്തിട്ട് അതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിരുന്നത്. അതിൽ ഞാനൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീറ്റ് അടയാൻ ബുദ്ധിമുട്ട് അതിൽ ചെറുതായിട്ട്. അത് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് അടയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഹാഫ് ഫേസെല്ലാം ഓക്കെയാണ്, ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മറ്റേ ആക്സിഡൻ്റൊക്കെ വലിയ ഹെൽമെറ്റ് ആണെങ്കിൽ, സേഫ്റ്റിയുള്ള ഹെൽമെറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നോക്കേ വേണ്ട, സീറ്റ് പൊന്തി നിൽക്കും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നോർമൽ നമ്മൾ ഫുൾ ഫേസ് ഉണ്ടല്ലോ, അത് വെച്ചാൽ പോലും നമ്മുടെ സീറ്റ് അടയണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് പലപ്പോഴും. അത് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക അതെന്താണെന്ന്. 1 അല്ല 2 അല്ല 3 അല്ല 4 ഹെൽമെറ്റാണെന്ന് ഞാൻ ഈ ടെസ്റ്റിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കണേ കേട്ടോ. ആദ്യം നമുക്ക് യമഹയുടെ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഉണ്ട്, അത് വെച്ച് നോക്കാം. അത് തീരെ കുഞ്ഞ് ഹെൽമെറ്റാണ്. അത് സുഖമായിട്ട് നമ്മൾ ഇതിനകത്തിരിക്കും, ഡിക്കിക്കകത്തിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏതറിൻ്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഒരു വൈറ്റ് ഹെൽമെറ്റ്, അതും ഹാഫ് ഫേസ് ആണ്. അതിനും വേറെ ഇഷ്യൂ ഒന്നുമില്ല. അതും കറക്റ്റായിട്ട് നമ്മുടെ ആ ഡിക്കിക്കുള്ളിൽ ഇരിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി സ്റ്റീൽ ബേർഡ് എയർ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട്, ലാർജാണ് സൈസ്. അത് വെച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് സീറ്റൊന്ന് നമുക്ക് പ്രസ് ചെയ്തൊന്ന് അടയ്ക്കേണ്ടി വരും, ആ ഒരു ഇഷ്യൂ ഉള്ളൂ. ചെറിയൊരു പ്രഷറുണ്ട് മുകളിലോട്ട്, അതായത് കുറച്ച് വലുതാണ് ഹെൽമെറ്റ്, ആ ഒരു ഡിക്കിയിൽ കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, കണ്ടോ? അത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഗ്യാപ്പ് കണ്ടോ, സീറ്റിൻ്റെയും ബോഡിയുടെ ഇടയ്ക്ക് ഗ്യാപ്പ്. അത് നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല, ആ ഹെൽമെറ്റ് ഇടുന്നോളും. ഇതാണ് ഞാൻ പറഞ്ഞ ആക്സിഡൻ്റ് ഹെൽമെറ്റ്. ഇത് കുറച്ച് സേഫ്റ്റി കൂടിയ ഹെൽമെറ്റാണ്, അതുകൊണ്ട് സൈസും കൂടുതലാണ്. ഇങ്ങനെയുള്ള ഹെൽമെറ്റ് വെച്ചാൽ പിന്നെ നമുക്കത് നോക്കേ വേണ്ട, ഒരു രക്ഷയില്ല അടയ്ക്കാനായിട്ട്. കണ്ടോ, സീറ്റ് പൊന്തി നിൽക്കും, ഒരു രക്ഷയില്ല. അതിനകത്ത് വേറൊരു സാധനം ഇരിപ്പില്ല, ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ, എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, നമുക്കൊരു സ്കൂട്ടർ അല്ലേ, സ്കൂട്ടർ ആകുമ്പോൾ പിന്നെ എന്തിനു നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റ്, നമുക്ക് ഹാഫ് ഫേസ് പോരെ? അങ്ങനെയല്ല കേട്ടോ. നമ്മളിപ്പോൾ സ്കൂട്ടറായാലും ബൈക്കായാലും ശരിയാണ്, നമ്മൾ ഇപ്പം വണ്ടിയിൽ നിന്ന് മറിഞ്ഞ് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ആദ്യം എവിടെ തട്ടിയാലും ശരിയാണ്, നമുക്ക് മുഖവും തലയും റോഡിൽ അടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ് വീണ് കഴിഞ്ഞാൽ. ഞാൻ 1-2 പ്രാവശ്യം വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. 2 പ്രാവശ്യം റോഡിൽ തന്നെ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. വീണ്ടും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, വേറെ കുഴപ്പമോ തലയിൽ അടിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഹെൽമെറ്റ് വന്ന് റോഡിലടിച്ച് സൗണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 തവണ ഈ സെയിം സംഭവം സംഭവിച്ചിട്ടുള്ളത്. വന്ന് വീണ് ഹെൽമെറ്റ് റോഡിൽ തട്ടി, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തല തന്നെ റോഡിലടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സേഫ്റ്റിക്കായിട്ട് നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. മുഖവും അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പെല്ലാം മാറിപ്പോവും വീണിട്ടേ. ഫുൾ ഫേസ് ആകുമ്പോൾ നമുക്ക് ഫുള്ള് കവറിങ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അധികം നമുക്ക് മുഖത്തിന് ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ക്രാച്ചസ് ഒക്കെ വരുമായിരിക്കും, എന്നാലും അധികം ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കഴിയണതും ഫുൾ ഫേസ് ഹെൽമെറ്റിനെ ഉപയോഗിക്കുക. നമ്മളിപ്പം പോലീസിനെ കാണിക്കാനും പിന്നെ അല്ലെങ്കിൽ പെറ്റി ഒഴിവാക്കാനുമായിട്ടുള്ള ഒരു ടൂളായിട്ട് നമ്മൾ ഹെൽമെറ്റിനെ ഒരിക്കലും കാണരുത്. നമ്മുടെ പേഴ്സണൽ സേഫ്റ്റിക്കായിട്ട് നമ്മളെപ്പോഴും അങ്ങനെ ഒരു ടൂളായിട്ട് മാത്രം നമ്മൾ ഹെൽമെറ്റിനെ കാണണം, പേഴ്സണൽ സേഫ്റ്റി. ഓക്കെ. പിന്നെ ഞാൻ ഏതർ 450Xനെ പറ്റി എപ്പോഴും കുറ്റം പറയുന്നു എന്നൊരു ചിന്ത വരരുത്. കാരണം നമ്മൾ പോസിറ്റീവും ഞാൻ പറയുന്നുണ്ട്, നെഗറ്റീവും പറയുന്നുണ്ട്. നെഗറ്റീവ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, പോസിറ്റീവ് പറയുന്നത് ഇനി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നെഗറ്റീവ് പറയുന്നത് ഈ നമ്മുടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഏതർ ഇനി അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ലെവലിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ആ വണ്ടിയിൽ കൊണ്ടുവരേണ്ടത് എന്ന് ഏതറിന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ നെഗറ്റീവ് റിവ്യൂസ് ഇടുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ